അപ്പൊ അതിങ്ങനെ ഒരുപാട് ആളുകൾ എടുത്ത് പാടുകയും ഉപയോഗിക്കുകയും ചെയ്തപ്പം എൻ്റെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞ് നീ പാടിയ പാട്ടാണോ?" അതൊക്കെ ഒരുപാട് പേരിങ്ങനെ എനിക്ക് അയച്ചു തന്നു. ഇപ്പൊ ആഹാ. സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കാലത്ത് അതെ, അതെ. ഒരുപാട് പേരിങ്ങനെ ഈ പാട്ട് "എടീ ഇത് നീ പാടിയതാണോ? ഉം. നിന്റെ ശബ്ദം പോലെ ഇരിക്കും." ഞാൻ ഉം. പറഞ്ഞു "അതെ ഞാൻ ഉം. പാടിയ." ഉം. "ആ ഇത് പക്ഷെ കുറച്ച് പഴയതാണല്ലോ ആ ഉം. റെക്കോർഡിങ്." ഉം. ഞാൻ പറഞ്ഞു "ആ കുറച്ച് പഴയതാണ്. ഉം. നിനക്കൊന്ന് ഒന്നുകൂടി രണ്ടാമത് ചെയ്തൂടെ?" ഉം. ഞാൻ പറഞ്ഞു "ആ ചെയ്യാം" ഉം. എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് ഒന്നുകൂടി ചെയ്തു. ഉം. ഉം. എൻ്റെ ഉം. ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ പാട്ട് ഉം. തുമ്പപ്പൂ. ഉം. അത് അത് തന്നെ ഒരുപാട് വ്യൂ, അതായത് വ്യൂസ് ഇപ്പൊ ആയി. ഒരു 3.1 മില്യൺ ഉള്ള കാരണം ആൾക്കാർ, അതിപ്പോ ഒന്നുകൂടെ പാടുമ്പോ അതിന് റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ടല്ലോ, വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ടും. അതെ അതെ. അപ്പൊ ആ പാട്ടിന്റെ വരികൾക്കൊരു പ്രത്യേകിച്ച് അതൊരു റൊമാൻറ്റിക് ഫീൽ ഉള്ള പോലത്തെ ഒരു പാട്ടായതുകൊണ്ട് എന്തിന് റൊമാൻറ്റിക് നഷ്ടപ്രണയാണ്. നഷ്ടപാത തേപ്പ് തേപ്പ് നിര. അതൊക്കെയാണ്. അപ്പൊ അതിന്റെ അടിയിൽ എന്റെ എന്റെ ചാനലിൽ ഞാൻ നോക്കുമ്പോൾ കാണാം ഒരുപാട് കമന്റ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നീ ശരി. എന്നെ വിട്ടിട്ട് പോയില്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ, അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ കമന്റ്സ് ആണ്. കമന്റ്സ് ഓരോരുത്തരുടെ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു പാട്ട് എത്തുക എന്ന് എത്തുക പറയുമ്പോൾ എന്ന് പറയുമ്പം അതിന്റെ ഒരു ശബ്ദമാകാൻ കഴിയുക എന്ന് സത്യം പറയുന്നത് ഒരു വലിയ വലിയ ബ്ലെസ്സിങ് തന്നെ. സന്തോഷമാണ് അതെ, നമുക്ക്. വലിയ സന്തോഷം തന്നെ.